എല്ലാവരെയും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഞാൻ വെൽക്കം ചെയ്യാണ്. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് രൂപത്തിലും രുചിയിലും വ്യത്യസ്തതയുള്ള ഒരു പഴംപൊരിയാണ്. സാധാരണ നമ്മൾ കണ്ടുവരുന്നത് പോലെയല്ല. ഡെസിക്കേറ്റഡ് കോക്കനട്ടിൽ കോട്ട് ചെയ്ത പഴംപൊരിയാണ് പ്രധാനമായും കാണിക്കുന്നത്. കൂടാതെ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്ത പഴംപൊരിയും ഉണ്ടാക്കുന്നുണ്ട്. അത് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ വളരെ വിശദമായി തന്നെ കാണിച്ചതാണ്. അതൊരു വൈറൽ വീഡിയോ ആവുകയും ചെയ്തു. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇനി പഴംപൊരിയിലേക്കുള്ള ബാറ്റർ തയ്യാറാക്കാം. ഇതിലേക്കായിട്ട് ഒരു ബൗൾ ഗോതമ്പ് മാവാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിന് പകരം മൈദാമാവ് എടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് പഞ്ചസാര ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഇനി 2 നുള്ളു ഉപ്പ്, ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/4 സ്പൂൺ ഏലക്കാപ്പൊടിയും ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ മഞ്ഞൾപ്പൊടി ഉപയോഗിക്കുന്നില്ല, അതിൻ്റെ ആവശ്യമില്ല. ഇനി കുറേശ്ശെ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. ഒരു വിസ്ക് ഉപയോഗിച്ച് മിക്സ് ചെയ്താണ് എടുക്കുന്നത്. ആദ്യം ഒഴിച്ച വെള്ളം കുറവായിരുന്നു. വീണ്ടും ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മാവ് കൂടുതൽ കട്ടിയാകാൻ പാടില്ല, അതുപോലെ തീരെ ലൂസാകാനും. ഇനി ഒരു തവിയെടുത്ത് ഇതിൻ്റെ മറുവശം ഒന്ന് ചെക്ക് ചെയ്യുമ്പോൾ മനസ്സിലാകും ആവശ്യത്തിന് കട്ടിക്കാണ് തയ്യാറാക്കിയിരിക്കുന്നതെന്ന്. അതിൽ പറ്റി പിടിച്ചിരിക്കുന്നത് കണ്ടോ? ഈ കറുത്ത് കാണുന്നത് ഏലക്കാപ്പൊടി ഇട്ടതാണ്. ഇത് ഇവിടെ ഇരിക്കട്ടെ. ഇനി അടുത്ത പ്രോസസ്സിലേക്ക് പോകാം. ഇവിടെ ഒരുവിധം പഴുത്ത 3 ഏത്തൻപഴമാണ് പഴംപൊരി തയ്യാറാക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. ഇത് കഴുകി നല്ല വൃത്തിയാക്കി എടുത്തതാണ്, കാരണം പിന്നെ പറയാം. ഇനി ഇതിൻ്റെ 2 സൈഡും കട്ട് ചെയ്തെടുക്കാം. ഇനി ഈ പഴത്തിനെ തൊലിയോടുകൂടി 2 ഭാഗങ്ങളായിട്ട് മുറിക്കണം. അതുകൊണ്ടാണ് ഞാൻ പഴം നല്ലതുപോലെ വൃത്തിയായി കഴുകിയെടുത്തതാണെന്ന് പറഞ്ഞത്. ഇതിൻ്റെ തൊലി റിമൂവ് ചെയ്യുന്നതിന് മുമ്പേ തന്നെ ഇതിനെ ചെറിയ നീളമുള്ള കഷ്ണങ്ങളാക്കി മുറിക്കണം. പകുതി പഴത്തിനെ ഇതുപോലെ നെടുവേ കീറിയതിന് ശേഷം 3 ഭാഗങ്ങളായിട്ട് മുറിച്ചെടുക്കണം. അപ്പോൾ 6 പീസ് ഒരു ഭാഗത്ത് നിന്ന് കിട്ടും. ഇങ്ങനെ തൊലിയോടുകൂടി പഴം കട്ട് ചെയ്തത് പഴത്തിന് വഴുക്കലുണ്ട്. അപ്പോൾ ചെറിയ കഷ്ണങ്ങളായിട്ട് പെർഫെക്റ്റായിട്ട് മുറിച്ചെടുക്കണമെങ്കിൽ തൊലിയോടെ പിടിക്കുമ്പോൾ നമുക്ക് ആ ഗ്രിപ്പ് കിട്ടും. അങ്ങനെ ചെറിയ നീളത്തിലുള്ള കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. ഇതുപോലെ ഇവിടെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഓരോ കഷ്ണങ്ങളിൽ നിന്നും അതിൻ്റെ തൊലി മാറ്റിയെടുക്കാം. ഞാനിവിടെ കാണിച്ചിരിക്കുന്ന പോലെ എടുക്കണം. ചിലപ്പോൾ ഒടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്, സൂക്ഷിച്ച് വേണം ഇളക്കേണ്ടത്. അങ്ങനെ ബാക്കി വന്ന പഴക്കഷ്ണങ്ങളെല്ലാം തൊലി മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് കോട്ട് ചെയ്തെടുക്കണം. കോട്ടിങ്ങിന് വേണ്ടിയിട്ട് ഒരു ബൗൾ നിറയെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് എടുത്തിട്ടുണ്ട്. ഇതൊരു പരന്ന പ്ലേറ്റിലേക്ക് തട്ടിയിട്ട് കൊടുത്ത് ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെക്കണം. ഡെസിക്കേറ്റഡ് കോക്കനട്ട് വലിയതായിട്ടുള്ളതാണെങ്കിൽ ചെറിയ മിക്സർ ജാറിലൊന്ന് അടിച്ചെടുത്താൽ മതി. അപ്പോഴത്തേക്കും തരിതരിയായിട്ട് കിട്ടും. ഇനി ഓരോ പഴക്കഷ്ണങ്ങളും ബാറ്ററിൽ മുക്കിയതിന് ശേഷം ഡെസിക്കേറ്റഡ് കോക്കനട്ടിൽ കോട്ട് ചെയ്തെടുക്കണം. കൂടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരോട് സ്നേഹപൂർവ്വം ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത്. അതുപോലെ ഹൈപ്പ് ചെയ്യാനും പിന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. ഞാനിവിടെ നേരത്തെ പറഞ്ഞിരുന്നു 2 രുചിയിലുള്ള അഥവാ 2 രീതിയിൽ കോട്ട് ചെയ്യുന്ന പഴംപൊരിയാണ് കാണിക്കുന്നതെന്ന്. ഇപ്പോൾ ഡെസിക്കേറ്റഡ് കോക്കനട്ട് കൂടാതെ ബ്രെഡ് ക്രംസിലും ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ച് പഴം ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. ആദ്യം ഇവിടെ ഡെസിക്കേറ്റഡ് കോക്കനട്ടിലാണ് കോട്ട് ചെയ്യുന്നത് കാണിക്കുന്നത്. ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇല്ലെങ്കിൽ ഫ്രഷ് തേങ്ങ ചിരകിയത് ബ്രൗൺ ആകാതെ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം മിക്സർ ജാറിൽ പൊടിച്ചെടുത്താൽ മതി. ഇവിടെ തേങ്ങാപ്പൊടിയിൽ പഴക്കഷ്ണങ്ങളെല്ലാം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് പഴങ്ങൾ ബ്രെഡ് ക്രംസിലും കോട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇവയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി ചൂടായ എണ്ണയിലേക്ക് ഓരോന്ന് പതുക്കെ ഇങ്ങനെ ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമാണ് വേണ്ടത്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തത്. കാരണം കോക്കനട്ട് പൊടിയിൽ കോട്ട് ചെയ്തുകൊണ്ട് അതിൻ്റേതായ ഒരു ഫ്ലേവറുണ്ട്. അപ്പോൾ നിർബന്ധമില്ല വെളിച്ചെണ്ണ ഉപയോഗിക്കണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിച്ച് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിന് 5 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് പാകമായിട്ട് കിട്ടും. കൂടുതൽ നേരമൊന്നും ഫ്രൈ ചെയ്ത് എടുക്കേണ്ട ആവശ്യമില്ല. ഒരു ചെറിയ ഗോൾഡൻ ബ്രൗൺ ആകുമ്പോഴത്തേക്കും തന്നെ ഇത് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാവുന്നതാണ്. ആദ്യത്തെ ബാച്ച് എല്ലാം ഫ്രൈ ചെയ്തെടുത്തു. ഇനി ബാക്കി വന്നതും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി വീഡിയോയിൽ കാണിക്കുന്നത് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തതാണ്. അതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഈ രീതിയിൽ കോട്ട് ചെയ്തെടുക്കുന്നതിനും അധിക സമയമൊന്നും വേണ്ട. 5 മിനിറ്റിനുള്ളിൽ തന്നെ ഇതും പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടുന്നതാണ്. നല്ല ഗോൾഡൻ ബ്രൗൺ ആകുമ്പോഴത്തേക്കും എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കണം. അങ്ങനെ 2 രുചിയിലുള്ള പഴംപൊരിയും ഇവിടെ തയ്യാറായി കഴിഞ്ഞു.
പുതുമയും പുതുരുചിയുമൊക്കെ ഇഷ്ടപ്പെടുന്നവർ ഒന്ന് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ്. ഡെസിക്കേറ്റഡ് കോക്കനട്ടിൽ കോട്ട് ചെയ്തെടുത്ത പഴംപൊരി. എനിക്ക് ഇതിൽ രണ്ടിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്തതാണ്. അത് കുറച്ച് കൂടുതൽ ക്രിസ്പിനെസ് ആയിട്ട് തോന്നി. അപ്പോൾ ഈ സ്പെഷ്യൽ പഴംപൊരി ഇഷ്ടപ്പെട്ടവർ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയ വ്യൂവേഴ്സ് നിങ്ങളുടെ സപ്പോർട്ടും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവരോടും സ്നേഹത്തോടെ ബൈ.